ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഉള്ളത് കൊല്ലംകോടാണ്. അപ്പോൾ ഇന്നത്തെ കൊല്ലംകോടിലെ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ കൊല്ലംകോട് ടൗണിലാണ്. ടൗണിൻ്റെ കാഴ്ചകൾ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ടൗണിൽ ചേർന്ന് തന്നെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അപ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ അയ്യപ്പ ക്ഷേത്രം തൊട്ട് ചേർന്ന് തന്നെ നല്ലൊരു കുളമുണ്ട് കേട്ടോ. അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളമാണെന്ന് തോന്നുന്നു. ഈ കുളം സ്ഥിതി ചെയ്യുന്നത് ഈ ടൗണിൻ്റെ സെൻട്രൽ ഭാഗത്താണ്. ഈ കുളത്തോട് ചേർന്നുള്ള ഈ കാഴ്ചകൾ കാണാൻ നല്ല മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത് നിന്ന് കൊല്ലംകോട് വന്നതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് പോയത് കൊല്ലംകോട് രാജേഷ് ഫാം വ്യൂ പോയിന്റ് കാണാൻ കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾ വണ്ടിയും കൊണ്ടൊക്കെ വരികയാണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ഒരുപാട് സൗകര്യം കാര്യങ്ങളില്ലാതുണ്ട്. അപ്പോൾ ഫാമിൽ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ഇവിടുന്ന് ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ 20 രൂപ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് നടക്കുമ്പോൾ പഴയ പടിപ്പുര രൂപത്തിലൊരു ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല മനോഹരമായ ദൃശ്യം തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോസ്, വീഡിയോസ്, റീൽസൊക്കെ എടുക്കാവുന്നതാണ്. പണ്ട് കാലത്തെ കാളവണ്ടി തൊട്ട് തീർപ്പം തന്നെ ഒരു ചെറിയ താമരക്കുളമുണ്ട്. അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് പൂവൊന്നും പറിക്കരുത് കേട്ടോ. താമരക്കുളത്തിന് തൊട്ട് അപ്പുറത്ത് ഏർമാടുണ്ട്. ഈ ഏർമാടത്തിൽ 4 പേർക്കാണ് അലൗഡ് ഉള്ളൂ. നമുക്ക് സുഖമായിട്ട് ഏർമാടത്തിൽ കയറി നിന്നിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇരിക്കാൻ തന്നെ, കാറ്റും കൊണ്ട് ഇരിക്കാൻ തന്നെ വല്ലാത്തൊരു വൈബാണ്. ഇത് പണ്ട് കാലത്ത് കുതിരവണ്ടി വണ്ടിയാണെന്ന് തോന്നുന്നു. കാളവണ്ടി കുതിരവണ്ടീൻ്റെ അതാണ് ഇവിടെ ഉണ്ട്. റൈസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് റൈസിൻ്റെ ഒരു ഫാമാണ്. ഇവിടെ നിന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാവുന്നതാണ്. നല്ല മനോഹരമായ ദൃശ്യം കേട്ടോ ഈ ഫാമിൽ. തീർച്ചയായും നിങ്ങൾ കൊല്ലംകോട് വരികയാണെങ്കിൽ സന്ദർശിക്കേണ്ട ഫസ്റ്റത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ രാജേഷ് ഫാം വ്യൂ പോയിൻ്റാണ്. 20 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് അത് മുതലാവും കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ ഫാമിൻ്റെ പാടത്തിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് നടന്നു പോകാം. ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് വന്നാൽ ഇരിക്കാൻ പറ്റിയ ചെറിയ ചെറിയ കുടിലുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു തോണിയുണ്ട്. നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാടത്തിൽ ഞാറ് നടന്നുണ്ട്. ഇവിടെ കുറേ അമ്മമാർ. അതുപോലെ പാടം ഉഴുതു മറിക്കുന്നുണ്ട് ട്രാക്ടർ കൊണ്ട്. അപ്പോൾ ഈ കാഴ്ചകൾ കാണുമ്പോൾ കുട്ടികൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന കുട്ടികൾക്ക് ഇതൊക്കെ വല്ലാത്തൊരു വെറൈറ്റി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. വല്ലാത്തൊരു അനുഭവം തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഞാറൊക്കെ നടന്നത് കണ്ട് ഇവിടുത്തെ അന്തരീക്ഷം ക്ലൈമറ്റ് ഒന്ന് പറഞ്ഞറിയിക്കണം. അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഈ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ കൊല്ലംകോടിൻ്റെ 2ാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊള്ളാണ്. താമരപ്പാടം വ്യൂ പോയിന്റിലേക്കാണ് അടുത്ത നമ്മൾ പോകുന്നത്. ഏകദേശം ഇവിടുന്ന് രാജേഷ് വ്യൂ പോയിന്റിൽ നിന്ന് ഒരു 8-9 കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കണം. ഒടുവിൽ നമ്മൾ എത്താനായിട്ടുണ്ട്. താമരപ്പാടം വ്യൂ പോയിന്റ് നമ്മൾ എത്താനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ താമരപ്പാടം വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ഈ താമരപ്പാടം. മനോഹരമായിട്ടുള്ള മലഞ്ചെരുവ് താഴ്വാരത്തിലെ അതിൽ നിന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗി തന്നെ. തീർച്ചയായും എല്ലാവരും വന്ന് കാണുന്നത് തന്നെയാണ് കൊല്ലംകോട്. ഈ താമരപ്പാടം വ്യൂ പോയിന്റ് അല്ലെങ്കിൽ കൊല്ലംകോട് ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറയുന്ന സ്ഥലമെല്ലാം ഈ ഒരേ സ്ഥലം തന്നെയാണ്. കൊല്ലംകോട് വ്യൂ പോയിന്റും ഇത് തന്നെ കേട്ടോ കാണുന്നതാണ്. ഇവിടുന്ന് മനോഹരമായ ദൃശ്യങ്ങളാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാകും എത്രത്തോളം മനോഹരമായ സ്ഥലം തന്നെയാണ് ഈ കൊല്ലംകോട് ഈ ഭാഗം. അപ്പോൾ നമ്മൾ കൊല്ലംകോട് സന്ദർശിച്ച് തീർച്ചയായും കൂടെ സന്ദർശിക്കുക. ഇൻസ്റ്റാഗ്രാം റീൽസിൽ കണ്ടുവരുന്ന ഈ കൊല്ലംകോടിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് താമരപ്പാടം എന്ന് പറയുന്ന വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഈ താമരപ്പാടത്തിൻ്റെ വ്യൂ പോയിൻ്റ് കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൊല്ലംകോടിൻ്റെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നു. ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് പോകാം. അവിടുത്തെ നമ്മൾ സീതാർകുണ്ട് നേരെ ബാക്കിൽ കാണുന്ന വാട്ടർ പാർക്കിന് സീതാർകുണ്ട് വാട്ടർ പാർക്കിൻ്റെ കാഴ്ചയിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണുന്നതാണ്. അപ്പോൾ ആദ്യമായി കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൊല്ലംകോട് പുതിയൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.